ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് പൂജ വെപ്പിൻ്റെ പരിപാടിയിലേക്കാണ് കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്യായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട്, എന്നാലും ഇന്ന് എല്ലാം ഒന്നുകൂടി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. കാരണം പൂജ വെപ്പല്ലേ, മക്കളുടെ ബുക്ക് എപ്പോഴും ഇവിടെ തന്നെയാണ്, വീട്ടിൽ തന്നെയാണ് പൂജിക്കാറ്. ഞാൻ അവിടെ ക്വാർട്ടേഴ്സിലായിരിക്കുമ്പം ക്വാർട്ടേഴ്സിലും പൂജിക്കാറുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ അമ്പലത്തിലൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല, ഞാൻ തന്നെ പൂജിക്കും. അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ള ഒരുക്കങ്ങളിലാണ്. അതിനോടൊപ്പം തന്നെ വീടും വൃത്തിയാക്കണമല്ലോ, അപ്പോൾ എല്ലാം കൂടി തുടച്ച് വൃത്തിയാക്കിയായിരുന്നു. നമ്മുടെ കുറച്ച് റോഡ് സൈഡ് ആയതുകൊണ്ട് പൊടിയൊക്കെ പാറും, അപ്പം അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തുളസിമാല ഇട്ട് കൊടുക്കണം. തുളസിമാല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തുളസി പറിച്ചു കൊണ്ടുവന്ന് തുളസിമാല കോർത്ത് വെക്കുമായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണന് തുളസിമാല ചാർത്തി കൊടുക്കാറുണ്ട്. അപ്പം ഇപ്രാവശ്യം ഗണേശനും പിന്നെ സരസ്വതിക്കും കൃഷ്ണനും കൂടിയിട്ടാണ് തുളസിമാല ചാർത്തി കൊടുത്തിട്ടുള്ളത്. അപ്പം പൂജ ചെയ്യുമ്പം എന്തായാലും സെറ്റ് മുണ്ട് കൊടുത്തിക്കണമെന്ന് നിർബന്ധമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞാൻ ചെയ്യുമ്പോൾ പലരെ എന്നെ പരിഹസിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, ഇതെന്തിനാ ഇങ്ങനെ. പക്ഷേ ഇതൊരു ആചാരമാണ്. ഇപ്പം ആണുങ്ങളാ ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛനോ അങ്ങനെ മൂത്തവരാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മുണ്ടുകൊടുത്തിട്ടാണ് ചെയ്യുക, അല്ലാതെ പിന്നെ വീട്ടിലിരുന്ന ലുങ്കി അങ്ങനെയൊന്നും ഉടുത്തിട്ട് ചെയ്യില്ല. സ്ത്രീകളായാലും ഇങ്ങനെ സെറ്റ് മുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉടുത്തിട്ടാണ് ചെയ്യുക, അങ്ങനെയാണ് എൻ്റെ അറിവ്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ പൂജ വെച്ചു. ഇതിലൊരു സംഭവം കണ്ടോ നിങ്ങൾ? അത്രയും വലിയ ബുക്ക്, നൈസ് 2 ബുക്കേ വെച്ചുള്ളൂ. പക്ഷേ ഇച്ചു എന്ത് ചെയ്തു എന്നറിയാം, അവൻ്റെ ആർട്ടിൻ്റെ ബുക്ക് അടക്കം എല്ലാ ബുക്കും കൂടി കൊണ്ടുവച്ചു. എന്നിട്ട് എന്നോട് പറയാം, അല്ലേ മമ്മി പറഞ്ഞാലോ ബാക്കി പൂജ വെക്കാത്ത ബുക്ക് എടുത്ത് പഠിക്കുന്നത്, അതുകൊണ്ട് എല്ലാം പൊതിഞ്ഞ് സെല്ലോ ടാപ്പ് ഇട്ട് ഒട്ടിച്ചിട്ടൊക്കെ കൊണ്ടുവച്ചിട്ടുള്ളത്. എന്നിട്ട് അവനോട് അരി ഇടാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവൻ അരി ഇട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറയും, ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ വെച്ചാൽ മതിയായിരുന്നു ഇവിടെ തന്നെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവന് നല്ല മടിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ്. ഇനി 2-3 ദിവസം പഠിക്കണ്ടല്ലോ അതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇവർക്കിനി സ്കൂൾ ഇപ്പോൾ അടച്ചിട്ടുള്ളത് 10 ദിവസം. മോൾക്ക് ക്ലാസ് ഉണ്ട്, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. ബൈ.